നമസ്കാരം. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 6. ഇന്നത്തെ ടൈം ടേബിളിൽ പഠിക്കേണ്ട SCRT പാഠഭാഗം 3 SCRT പാഠഭാഗമുണ്ട്. അതിൽ രണ്ടാമത്തേതാണ് 5ാം ക്ലാസ് SCRT സയൻസ് ചാപ്റ്റർ 2 ജീവജലം. വളരെ കുഞ്ഞൊരു പാവത്താനായിട്ടുള്ള ചാപ്റ്റർ. ഇന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ PDF ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ച് നോക്കിയോ? വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സയൻസ് ചാപ്റ്റർ 2 ജീവജലം. ഇതിൽ ഫുള്ള് ജലത്തിന്റെ സവിശേഷതകൾ, ജലസംരക്ഷണ രീതി, ആ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് പഠിക്കേണ്ടത് ജലത്തിന്റെ സവിശേഷതകളും അവ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുമാണ്. ആദ്യത്തെ സവിശേഷത വസ്തുക്കളെ ലയിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു സവിശേഷത ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ? പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ ഒക്കെ ഈ ഒരു പ്രത്യേകതയാണ് ഉപയോഗിക്കുന്നത്. പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ജ്യൂസിലൊക്കെ മധുരം ചേർക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സവിശേഷത കൊണ്ട് സാധിക്കുന്നു. വസ്ത്രങ്ങൾ അലക്കാൻ വെള്ളം ഉപയോഗിച്ച്, ഡിറ്റർജന്റ് ഉപയോഗിച്ച് നമ്മൾ എന്തലക്കുന്നു? വസ്ത്രങ്ങൾ അലക്കുന്നു. അടുത്തത് ഒഴുകുന്നു, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ ആ ഒരു സവിശേഷത ഹെൽപ്പ് ചെയ്യുന്നു. താപം വഹിക്കാൻ കഴിയുന്നു, പാചകം ചെയ്യാൻ ജലം ഉപയോഗിക്കുന്നു. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കാൻ കഴിയുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. ഇതൊക്കെ സവിശേഷതകളും അവ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുമാണ്. ഇനി ശുദ്ധജലത്തിന്റെ പ്രത്യേകത എന്താ? ശുദ്ധജലത്തിന് മണമോ നിറമോ രുചിയോ ഇല്ല. ശുദ്ധജലത്തിന് മണമോ നിറമോ രുചിയോ ഇല്ല. ഇനി ലീനം, ലായകം, ലായനി. ഈ മലയാളം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലീനം എന്നാൽ സൊല്യൂട്ട്, ലായകം എന്നാൽ സോൾവെന്റ്, ലായനി എന്നാൽ സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ എടുക്കാം. പഞ്ചസാര ലായനി. പഞ്ചസാര ഇത് ഷുഗർ സൊല്യൂഷനിൽ ഷുഗറും ഉണ്ട്, വാട്ടറും ഉണ്ട്. അതില് ഷുഗർ ആണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം, വാട്ടർ ആണ് സോൾവെന്റ് അല്ലെങ്കിൽ ലായകം. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ. ലീനം എന്നാൽ ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയാണ് ലീനം, ലയിക്കുന്ന വസ്തു. ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത്. ഏതിലാണോ ഇപ്പൊ പഞ്ചസാര ലയിക്കുന്നത്, ഏതിലാ ലയിക്കുന്നത്? വെള്ളത്തിലാണ്, അതാണ് ലായകം. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. സൊല്യൂട്ട് സോൾവെന്റിൽ ലയിച്ചുണ്ടാകുന്നതാണ് സൊല്യൂഷൻ. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. ഇനി സാർവിക ലായകം, എല്ലാത്തിനെയും ലയിപ്പിക്കാൻ കഴിവുള്ളത്. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വെള്ളമാണ്. സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് വെള്ളമാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ഇനി അടുത്ത പോയിന്റ് ജലവിധാനം. ജലവിധാനം എന്ന് വെച്ചാൽ വാട്ടർ ലെവലാണ്. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് വഴി നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. ജലം വിധാനം പാലിക്കുന്നു. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അത് ഓർത്താൽ മതി. അതിനൊരു ഉദാഹരണം, ഒരു കുപ്പിയിൽ കുറച്ച് മണലിടുമ്പോൾ ജലവിധാനത്തിൽ എന്ത് മാറ്റമാണ് കാണുന്നത്? അതായത് വാട്ടർ ലെവലിൽ എന്ത് മാറ്റമാണ് കാണുന്നത്? ഇനി മണൽ അല്പാൽപമായി സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുത്ത് നോക്കൂ. ജലവിധാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. ജലവിധാനം താഴുന്നില്ലേ? അപ്പോൾ ജലം വിധാനം പാലിക്കുന്നു. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അത് നോക്കി വെച്ചാൽ മതി. അടുത്തത് 1-2 കണക്കാണ് ഇവിടെ നോക്കാനുള്ള. ഇതില് ആദ്യത്തേത് ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ഏതാണ്?
ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം അല്ലെങ്കിൽ ഏകകം എന്ന് വെച്ചാൽ യൂണിറ്റ് ആണ് ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകമാണ് ഏത്? ലിറ്റർ എന്ന് പറയുന്നത്. ലിറ്റർ ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലിക്വിഡ്സ്. ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. 1000 ഘന സെന്റിമീറ്റർ, 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1000 ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 1000 ക്യൂബിക് സെന്റിമീറ്റർ എത്ര ലിറ്ററാ? 1 ലിറ്റർ ആണ്. 1000 ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അത് എത്ര സെന്റിമീറ്റർ ക്യൂബ് ആണ്? 1000 സെന്റിമീറ്റർ ക്യൂബ്. 1000 ഘന സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്നർത്ഥം. 1000 സെന്റിമീറ്റർ ക്യൂബ്, 1000 ഘന സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ എത്രയാണ്? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എത്ര മില്ലി ലിറ്റർ? 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ ആണ്. ഈ ഒരു കണക്കൂടി നോക്കാം. ഇനി ഭൂമിയിലെ ജലസമ്പത്താണ്. ഭൂഗോള മാതൃകയിൽ നീല നിറം സൂചിപ്പിക്കുന്നത് എന്ത്? ഈ ഗോളം കണ്ടില്ലേ? ഇപ്പൊ ഈ ഗ്ലോബ്, ഈ ഭൂഗോള മാതൃകയിലെ നീല നിറം സൂചിപ്പിക്കുന്നത് ജലാശയങ്ങളെയാണ്. അതായത് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. കരയുടെ ഇരട്ടി ഭാഗമാണ് കടൽ. കരയുടെ ഇരട്ടി ഭാഗമാണ് കടൽ. എന്നാൽ ഭൂമിയിലുള്ള ജലം എല്ലാം ശുദ്ധജലമല്ല. ഭൂമിയിലുള്ള ജലത്തിന്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ്. സമുദ്രജലം 96.5% സമുദ്രജലം. ശുദ്ധജലം 3.5% മാത്രമേ ഉള്ളൂ. സമുദ്രജലം 96.5%, ശുദ്ധജലം 3.5%. സമുദ്രജലത്തിന്റെ ഉപ്പിന്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അടുത്തത് ജലമലിനീകരണമാണ്. ജലത്തെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പരിണത ഫലങ്ങൾ മനുഷ്യരായ നമ്മളും അതുപോലെ മൃഗങ്ങളും ഒക്കെയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ജലം മലിനമാകുന്നത്. അപ്പോൾ ജലം മലിനമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. ജലത്തിലേക്ക് മാലിന്യങ്ങൾ തള്ളുക, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുക, പിന്നെ പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്നത്, മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്ന് മാലിന്യങ്ങൾ കലരുന്നത്, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്, ഇതൊക്കെ അവസാനം ഒഴുകിയെത്തുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ്? ജലസ്രോതസ്സിലേക്ക് തന്നെയാണ്. ജലം മലിനമാകാൻ കാരണമാകുന്നു. അടുത്തത് മഴയുണ്ടാകുന്നത് എങ്ങനെ? ഈ ഒരു ഫിഗർ നോക്കാം. മഴയുണ്ടാകുന്നത് ജലാശയങ്ങളിലെയും, ഇവിടെ നോക്കിക്കോ, മുകളിലോട്ട് പോകുന്ന കണ്ടില്ലേ? ജലാശയങ്ങളിലെയും അതുപോലെ തന്നെ സസ്യങ്ങളിലെയും, ഇവിടെയുണ്ട് മുകളിലേക്ക് പോകുന്ന ആരോ. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി ബാഷ്പീകരണം എന്ന് വെച്ചാൽ ഇവാപറേഷൻ സംഭവിച്ച് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്തുറഞ്ഞ് മേഘമായും മേഘം പിന്നെ മഴയായും മാറുന്നു. അങ്ങനെ കാണിച്ചേക്കുന്നത്. അതായത് ജലപരിവൃത്തി എന്ന് പറയും. അതായത് വാട്ടർ സൈക്കിൾ. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബാഷ്പീകരണം, സാന്ദ്രീകരിക്കുക എന്ന് വെച്ചാൽ തണുക്കുക, തണുത്ത് മഴയായിട്ട് മാറുന്നു. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. അപ്പൊ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പം എന്ന് വെച്ചാൽ വേപ്പറായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഉദാഹരണം, ജലം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണമാണ്. ഇനി സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. നീരാവി വെള്ളമായി മാറുന്നില്ലേ? നീരാവി വെള്ളമായി മാറുന്നു, അതാണ് സാന്ദ്രീകരണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ്രാവകങ്ങൾ തണുത്ത് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്നും പറയുന്നു.
ഉദാഹരണം നീരാവി, വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിന് ഉദാഹരണവുമാണ്. ഇത് കണ്ടോ ഇവിടെ കാണിച്ചേക്കുന്ന രസകരമായിട്ടുള്ളൊരു കാർട്ടൂൺ പോലെ. മുമ്പെന്നോ നീ കുളിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത്, ഹി 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 എന്ന് പറഞ്ഞിട്ട് മേഘം പറയുന്നതാണ്. അതിനുള്ള കാരണം എന്താണെന്നറിയാലോ, വീണ്ടും ഈ സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ്. ഇനി ജലം എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? ജലസംരക്ഷണ മാർഗങ്ങൾ. ആദ്യത്തേത് മഴക്കുഴി, കയ്യാല. മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കി ചരിഞ്ഞ ഭൂമി, തടമെടുക്കൽ, മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്. ഇത് മഴവെള്ള സംഭരണി വഴി മഴവെള്ളം കിണറിലേക്ക് പോകുന്നതാ കാണിച്ചേക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിൽപോളിൻ ജലസംഭരണി. സിൽപോളിൻ ജലസംഭരണി, മഴവെള്ള സംഭരണി, തടമെടുക്കൽ, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, കയ്യാല, മഴക്കുഴി എന്നിവ ജലസംരക്ഷണ രീതികളാണ്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോ എന്താണ് നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ അവിടെ തന്നിരിക്കുന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, വീടുകൾ കെട്ടിടങ്ങൾ തകരൽ, മഴക്കാല രോഗങ്ങൾ എന്നിവ ഇപ്പോൾ അനുഭവിക്കുന്ന കെടുതികളാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. വളരെ കുഞ്ഞൊരു ചാപ്റ്റർ. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയുള്ള ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. 5ാം ക്ലാസ് അല്ലേ. അപ്പൊ ഞാൻ ഈ ഓരോന്ന് ചെയ്യുമ്പോൾ പ്ലേലിസ്റ്റിനകത്ത് ഇട്ടേക്കാം. അപ്പൊ ഇപ്പൊ 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 5ാം ക്ലാസ്സിന്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഇടാം. 10ാം ക്ലാസ്സിന്റെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ പ്ലേലിസ്റ്റ് കൂടെ ചെക്ക് ചെയ്താൽ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പിന്നെയുള്ള ദിവസങ്ങളിലും എടുത്ത് പഠിക്കണമെങ്കിൽ എടുത്ത് പഠിക്കാം. അപ്പൊ വീണ്ടും കാണാം.